ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് കുറെ ദിവസത്തിന് ശേഷം 4-5 ദിവസമായി. ആരെങ്കിലും തിരക്കൂടെ തന്നെ? എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം കഴിഞ്ഞ വീഡിയോക്കൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിടിച്ചിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം റീൽസ് റോസ്. 2025 കുറെ സംഭവങ്ങൾ സംഭവിച്ചു. കൊറോണ തിരിച്ചു വന്നു. അതിലുപരി ഒരു മരുന്നിന് പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു അസുഖം കൂടി വന്നിരിക്കുന്നു. ആ അസുഖത്തിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലെങ്കിലും ആ രോഗികൾക്ക് പലതരം പേരുകളുണ്ട്. അതിൽ മുഖ്യ പേരാണ് റീൽസോളികൾ. എന്തായാലും സബും ചെയ്ത് ബെല്ലിന് ഞെക്കിയാരെ, ലൈക്ക് അടിച്ചാരെ. നമുക്ക് 200 സബ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 300 ടാർഗറ്റ്. വീഡിയോയിലോട്ട് പോവാം. കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല, കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ആഷിക്കിന്റെ വീട്ടിൽ നിന്ന് കല്യാണമാണ്, സുമയോ മോളിന്ന് കാത്തിരിപ്പാണ്. ഇതിനൊക്കെ ഞാൻ എന്തോ പറയാൻ, ഇതിനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഒന്നും കഴിവാരും കാണാതെ പോകരുത്. ഒറ്റ വാക്കി ചോദിക്കുമ്പം എവിടുത്തെ ചാടി വന്നേ. ഈ സന്ദർഭത്തിലാണ് നമ്മൾ ദാസേട്ടനും പാലാസിജിയും ഒക്കെ വളരെ അധികമായിട്ട് മിസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത വീഡിയോ ആണ്. നെക്സ്റ്റ് അലിൻഷോസ് പെരേര കാണാം. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ LKG-ലൊക്കെ വെച്ച് കുറെ എക്സസൈസ് ചെയ്യിപ്പിക്കുമായിരുന്നല്ലോ, 1, 2 എന്നൊക്കെ പറഞ്ഞ്. ഇതിനേക്കാളും അടിപൊളിയായിട്ട് LKG പഠിക്കുന്ന പിള്ളേർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്യും. ചില പറയാക്കത്തില്ല, പുള്ളിക്കാരെ ഉദ്ദേശം വലിയ മൈക്കിൾ ജാക്സനെ വെല്ലുന്ന ഡാൻസ് സ്റ്റെപ്പ് വല്ലതും ആയിരിക്കും. പക്ഷെ ആയി പോയത് പിള്ളേരുടെ വാമപ്പാ. ഇങ്ങനെ ആണെങ്കിലും മറ്റേനേക്കാളും ഒക്കെ ഭേദം ഇത് തന്നെ. ഒക്കെ കാണാൻ ഭയങ്കര കഷ്ടമാ. അടുത്ത പ്രേമ ഒഴുകി വീഴുവോ. അവന്റെ 2 കണ്ണുകളിൽ കണ്ടില്ലയോ? റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ. ബാക്കി കാണാം. അതാരാത്? പുറകിൽ കൂടെ പോന്ന ആരാത്? ഇദ്ദേഹത്തിന്റെ കലാഹൃദയം കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആ പുറകിൽ കൂടെ പോകുന്ന കൊച്ചു കലാകാരനെ ഒന്ന് ശ്രദ്ധിക്കണം. പാവം ക്യാമറയിലൊരു റോള് കൊടുത്തില്ലെന്ന് തോന്നുന്നു. പാവം ഇങ്ങനെങ്കിലും ഒരു റോള് മേടിക്കട്ടെ. ഒരു നാള് നീ ഫേമസ് ആവൂടാ, ഉറപ്പാ. ചുമ്മാ കളിയാക്കിയ പോരെ. സബും ചെയ്ത് ബെല്ലിന് ഞെക്കി ലൈക്ക് മേടിച്ചേരെ, കമന്റും ചെയ്തു തരെ. എന്തായാലും കൊള്ളാം. എന്തായാലും വായും തുറന്ന് പൊളിച്ചു വെച്ചിട്ട് 4 ലവും കൂടെ പുറകെ കൂടെ ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ സിനിമാ രീതി ആയേനെ. ഇങ്ങനെയുള്ളതെന്ന് വിടല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത റീൽസ് ആണ്. റീൽസ് എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഇതോട്ടത്തെ വിവരത്തരമാണ് റീൽസ്. പണ്ടൊക്കെ ബാലാസജിയൊക്കെ കാണിക്കുന്നത് എല്ലാം ഒരേ വീട്ട് തന്നെ. എങ്കിലും ഞങ്ങൾക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, ദേവട്ടൊന്നും അല്ലായിരുന്നു. നമുക്ക് അടുത്ത റീൽസ് പ്ലേ ചെയ്യാം. യഥാർത്ഥത്തില് മനുഷ്യ ഇത് പൂത്തിരി. ഇത് കൊള്ളാലോ. ഇത് സ്വന്തമായിട്ട് പടക്കം കെട്ടിച്ച് മുണ്ടിന്റെ ഇടയിലോട്ട് ഏറ്റിട്ട് സ്വന്തമായിട്ട് കിടന്നങ്ങ് ഓടുക. ആരാണ്ട് കത്തിച്ചങ്ങാറുടെ കൈ കൊടുത്തു വിട്ടാന്നല്ലോ അങ്ങനെ കിടന്ന് ഓടുന്നേ. നമുക്ക് ഫുള്ളൊന്ന് കാണട്ടെ. പോയി നീ കുറച്ച് മണ്ണും കൂടി ഇട്ട് മൂടിയാ മതി. തീർന്ന് കുഴിയിലോട്ടും വീണ് പടക്കം വന്നങ്ങാറ നെഞ്ചത്തോട്ടും വീണ്. മറ്റേ കൊച്ചിലെ കളിപ്പാട്ടം തരുമ്പില്ല താറാവൊക്കെ ഇല്ല, ഇങ്ങനെ പുറകിലോട്ട് ഇറക്കുമ്പോ ഫ്രണ്ടിലോട്ട് നടന്നു പോകുന്നത്. ഇത് കൂട്ടില്ല കൊളുത്തിയത് മാതിരി എങ്ങാരും കിടന്നങ്ങ് ചാടുന്നത്. അങ്ങാർക്ക് നിൽക്കാൻ പറ്റത്തില്ലയോ? കുഴി കണ്ടിട്ടും അങ്ങാർക്ക് നിൽക്കാൻ പറ്റത്തില്ലയോ? ഇതൊക്കെ എങ്ങനെ പിടിക്കുന്നതായോ അവന്മാര്. അപ്പൊ അടുത്ത റീല് പ്ലേ ചെയ്യാം. മുറുക്ക്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. പാടിക്കോ. പിന്നെ അതിനെന്തിനാ ഞങ്ങളുടെ ആരും കണ്ണു വെക്കല്ലേ. ഇല്ലടാ, നിന്നെ കണ്ണു വെക്കാൻ പറ്റിയ ആൾക്കാരൊന്നും കേരളത്തിലൊന്നും ഇല്ല. അത്രയ്ക്ക് വിവരം കെട്ടവരാരും ഇല്ലടാ.
കേട്ടോ 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 എത്ര നാള് കാത്തിരുന്ന് ഒന്ന് പെട്ടെന്ന് ആ പാട്ടിന്റെ ഒക്കെ രീതി അങ്ങ് മാറിയല്ലോ. അത് ഞാൻ കേട്ടന്നെ കുഴപ്പമെന്നോ. ഒന്ന് മിണ്ടുവാൻ ഒരു പാട്ട് കൊള്ളാം കേട്ടോ, പാട്ട് കൊള്ളാം, സത്യം പാട്ട് കൊള്ളാം. നമ്മളെ അതിനെ നമ്മള് അംഗീകരിക്കേണ്ടതിനെ നമ്മൾ അംഗീകരിക്കണം. എന്നാലും ഈ എത്ര നാള് കാത്തിരുന്നു ഇവനെ കൊണ്ട്. എന്തായാലും വരും കാലത്ത് നമുക്കുള്ള സിംഗർമാരെ കരുതി വെച്ചിട്ടുണ്ട് എല്ലാരും. എന്നാലും കൊള്ളാം. എന്തായാലും റീൽസ് ലോകം ഇത്രയും താഴ്ന്നു പോകുന്നെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല. താഴ്ന്നു പോയി. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അടുത്ത റീൽ പ്ലേ ചെയ്യാം. എന്റെ ആരാധകർക്ക് വേണ്ടി ഇനി മുമ്പ് നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ മറന്നുപോയി. ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് +1 മണ്ണിലേക്ക് കാല് വെച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇപ്പൊ വീഡിയോ ഇടാനൊക്കെ സമയം കാണത്തില്ല. അതുകൊണ്ട് വീഡിയോ വന്ന എങ്കിലും ഞാൻ ഇടും. മാക്സിമം ഞാൻ സമയം കണ്ടിട്ട് ഇടും. അതുകൊണ്ട് ഇപ്പോഴേ സബും ചെയ്ത് വലിയ ഞെക്കി ലൈക്ക് അടിച്ചാരേ. റീൽസ് ബാക്കി എന്റെ ആരാധകർക്ക് വേണ്ടി ഇതിൽ അവൻ തന്നെ ഇല്ലയോ താടി കളിച്ചോ അവന് പെട്ടെന്ന്. നമ്മുടെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എമ്പുരാനിലെ സോങ് ആണ് ഞാൻ പാടാൻ പോകുന്നത്. എന്തായാലും കണ്ടപ്പോ ഞാൻ വൈകി പോയി, കുഴപ്പമില്ല, നമുക്ക് കാണാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവ ഈ പാട്ടൊക്കെ പാടുന്നതിന് എന്തിനാ ഇത്ര ഒലിപ്പിക്കുന്നേ? ഒലിച്ചങ്ങ് വീടുവാന്നല്ലോ ഇവ. എന്തായാലും നോക്കി നോക്കിയാ പാടുന്നേ. ഒലിക്കുക, അപ്പുറത്തോട്ട് നോക്കുക, ആരെങ്കിലും കാണുന്നു. ഇവനെയും കൊണ്ട് എന്ത് ചെയ്യണ്ടെന്നറിയോ? ഇവൻ ഈ പാട്ട് പാടാൻ വാ തുറക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് അവിടെ കിടക്കുന്ന ഒരു പൈപ്പ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് വായിലോട്ട് അങ്ങ് അടിച്ചു കയറ്റി വെക്കണം. പിന്നെ അവൻ മിണ്ടത്തില്ല. ശല്യം കത്തിയ ഒരു കുത്തിവിളക്ക് കത്തിച്ച് നിന്റെ തലയിലോട്ട് അങ്ങ് വെച്ചോ, അതാകുമ്പോ ആരും കണ്ണു വെക്കത്തില്ല. അല്ലെങ്കിൽ മറ്റേ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇപ്പൊ ലോറിയുടെ ഫ്രണ്ടിലൊക്കെ തൂക്കിട്ട് സാധനം ഉണ്ടല്ലോ വാ പൊളിച്ചിരിക്കുന്നത്, അതെടുത്ത് എന്റെ തലയോട്ട് കഴുത്തിലോട്ട് അങ്ങനെ കെട്ടി അങ്ങ് ഇട്. കണ്ണു വെക്കത്തില്ല ആരും. ഉല്ലം കാരണമായിട്ട് സമയം പോയി. നല്ല കഴിവുള്ളവർ ചെയ്യുന്ന റീൽസിനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന എന്നെ ഇങ്ങനെയുള്ള റീൽസ് ഒക്കെ എടുത്തിട്ട് അങ്ങ് വീഡിയോ കഴിഞ്ഞ്. അപ്പം ഇതുകൊണ്ട് ഞാൻ നിർത്തുക. അവര് അവരുടെ കഴിവ് വെച്ച് വിറ്റ് കാശാക്കുന്നു, ഞാൻ അവരെ വിറ്റ് കാശാക്കുന്നു. ഇങ്ങനത്തെയൊക്കെ ഇത് ഞാൻ ആദ്യമായിട്ട് എടുക്കുക. അതിന് മുമ്പ് 2 ഇട്ടിട്ടുണ്ട്, പോട്ടെ. എന്തായാലും നിങ്ങൾ സബ് ചെയ്ത് വലിയ ഞെക്കിയാലേ ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ട് എനിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് സബ് ഞെക്കി വലിയ ഞെക്കി ലൈക്ക് അടിച്ചേരെ, ഇൻസ്റ്റ ഈ ID വന്ന് ഫോളോയും ചെയ്തേരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. അപ്പോൾ അലിൻ ജോസ് പെരേര റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.